കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി ഗഫൂർ ഹാജിയുടെ ദുരൂഹ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ ഹർജി നൽകി. കേസിൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. പ്രവാസി വ്യവസായി ഗഫൂർ ഹാജിയെ വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് 2023 ഏപ്രിൽ 14 സ്വാഭാവിക മരണമെന്നായിരുന്നു ആദ്യഘട്ടത്തിലെ നിഗമനം. എന്നാൽ ബന്ധുക്കളിൽ നിന്ന് പലതവണയായി ഗഫൂർ ഹാജി ശേഖരിച്ച 596 പവൻ സ്വർണം നഷ്ടമായെന്ന് കണ്ടെത്തിയതോടെ ദുരൂഹത ഉയർന്നു. മന്ത്രവാദത്തിലൂടെ സ്വർണം ഇരട്ടിപ്പിക്കാനാകുമെന്ന് വിശ്വസിപ്പിച്ച് ഒരു യുവതിയും ഭർത്താവും സ്വർണം തട്ടിയെടുത്തുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഇത് വ്യക്തമാക്കുന്ന തെളിവുകൾ ഉണ്ടായിട്ടും ബേക്കൽ പോലീസിന്റെ അന്വേഷണം അവരിലേക്ക് എത്തിയില്ലെന്ന് ആക്ഷൻ കമ്മിറ്റിയും ആരോപിക്കുന്നു. അദ്ദേഹം ഒരു ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സംശയമില്ല. ഈ കുടുംബത്തിനെ എന്തുകൊണ്ട് മാറ്റിപ്പാർപ്പിച്ചു? അപ്പം ഞങ്ങൾ സംശയിക്കുന്ന പ്രതി എന്ന് പറയുന്ന ആളുകൾ ഇവർക്ക് നൽകിയ ഗഫൂർ ഹാജിക്ക് നൽകിയ പ്രേരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയ തെളിവ് അത് തന്നെയാണ്. പിന്നീട് അവിടെ ഉണ്ടായ CC ക്യാമറ അവിടെ ഇത് ഓഫാണ്, അത് കേടുപറ്റിയതല്ല, അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൽ ഏറ്റവും പ്രമാദമായ തെളിവാണ്. എന്തുകൊണ്ട് പോലീസ് ഇത് വേണ്ട രീതിയിൽ ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള സംശയം. മന്ത്രവാദ സംഘമെന്ന് ആരോപിക്കപ്പെട്ട യുവതിയെയും ഭർത്താവിനെയും പലതവണ ചോദ്യം ചെയ്തുവെന്നാണ് പോലീസിന്റെ വിശദീകരണം. നുണപരിശോധനക്കായി യുവതിയുടെ ഭർത്താവ് തയ്യാറാണെന്നും കോടതി ഉത്തരവ് ലഭിച്ചാൽ അത്തരം നടപടികളിലേക്ക് കടക്കുമെന്നും പോലീസ് പറയുന്നു. അതേസമയം CBI അന്വേഷണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഗഫൂർ ഹാജിയുടെ കുടുംബം. 24 കാസർഗോഡ്.